ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അഭിനന്ദനങ്ങൾ, ഇത് ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞതിന് ഒരു പുരുഷനെ പരസ്യമായി നിലത്തിട്ടു. കാരണം ആ ലോകത്ത് ഒരു മകൾ ഉണ്ടാകുന്നത് ഒരു ശാപമായിട്ടാണ് കണ്ടത്. മുൻ ദേശീയ ഗുസ്തി ചാമ്പ്യനായ മഹാവീർ സിംഗ് ഫോഗട്ടിനെ കണ്ടുമുട്ടുക. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഇന്ത്യയ്ക്കായി സ്വർണം നേടുന്ന ഒരു മകനെ വളർത്തുക. പക്ഷേ വിധി അദ്ദേഹത്തിന് 4 പെൺമക്കളെ നൽകി. അദ്ദേഹം തകർന്നുപോയി. ഒരു ദിവസം തന്റെ പെൺകുട്ടികൾ 2 ആൺകുട്ടികളെ അടിക്കുന്നത് അദ്ദേഹം കാണുന്നതുവരെ. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, എന്തുകൊണ്ട് ഒരു മകനാകണം? എന്റെ പെൺമക്കൾക്കും ചാമ്പ്യന്മാരാകാൻ കഴിയും. അദ്ദേഹം കഠിനമായ ഒരു പരിശീലന പരിപാടി ആരംഭിച്ചു. നീണ്ട മുടിയില്ല, ആഡംബര വസ്ത്രങ്ങളില്ല, എണ്ണമയമുള്ള ഭക്ഷണമില്ല, വിയർപ്പ്, ത്യാഗം, ഗുസ്തി എന്നിവ മാത്രം. ഗ്രാമവാസികൾ അവരെ പരിഹസിച്ചു. അവർ വിവാഹം കഴിക്കില്ലെന്ന് ഭാര്യ ഭയപ്പെട്ടു. പെൺകുട്ടികൾ പോലും അത് വെറുത്തു. 14 വയസ്സിൽ അവരുടെ സുഹൃത്തിനെ വിവാഹം കഴിക്കുന്നത് കാണുന്നതുവരെ. അന്ന് അവർ മനസ്സിലാക്കി, അവരുടെ അച്ഛൻ അവരെ ശിക്ഷിക്കുന്നില്ല, അവൻ അവരെ രക്ഷിക്കുകയായിരുന്നു. മൂത്തമകൾ ഗീത സംസ്ഥാന, ദേശീയ കിരീടങ്ങൾ നേടാൻ തുടങ്ങി. അവൾ അക്കാദമിയിൽ ചേർന്നു. അവിടെ അവൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മത്സരബുദ്ധിയായി. അവൾ നഖങ്ങൾ വരച്ചു, എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ചു. അച്ഛന്റെ ഉപദേശം അവഗണിച്ചു, തോൽക്കാൻ തുടങ്ങി. വിനയാന്വിതയായി തകർന്ന അവൾ പരിശീലകന്റെ വാക്കുകൾ അവഗണിച്ച് അച്ഛന്റെ പരിശീലനത്തിലേക്ക് മടങ്ങി. പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് ഫൈനൽ വന്നു. ഗീത തോൽക്കുകയായിരുന്നു. അവളുടെ പരിശീലകൻ മഹാവീറിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. എന്നാൽ 22 സെക്കൻഡ് ബാക്കി നിൽക്കെ അവൾ അച്ഛന്റെ വാക്കുകൾ ഓർത്തു. അവസാന സെക്കൻഡുകളിൽ 5 പോയിന്റുകൾ നേടി അവൾ ഒരു പെർഫെക്റ്റ് ബോഡി ത്രോ നടത്തി. ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ദേശീയഗാനം ആലപിച്ചപ്പോൾ മഹാവീർ കരഞ്ഞു. ഗീത അവന്റെ കൈകളിലേക്ക് ഓടിക്കയറി. വർഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ഒടുവിൽ മന്ത്രിച്ചു, എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. ഇത് വെറുമൊരു സ്പോർട്സ് കഥയല്ല, ഇത് ഒരു അച്ഛനെക്കുറിച്ചും സമൂഹത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചും എല്ലാം മാറ്റിമറിച്ച 2 പെൺകുട്ടികളെക്കുറിച്ചുമാണ്. നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക.